നമസ്കാരം. കൊൽക്കത്ത സന്ദേശ് ഖാലി വിവാദത്തിൽ ബി.ജെ.പിക്ക് വൻ തിരിച്ചടി. നല്ല കണക്കിനെന്ന് പറഞ്ഞാൽ നല്ല കണക്കിന് തന്നെ കിട്ടിയിട്ടുണ്ട്. വിനാശകാലെ വിപരീത ബുദ്ധി. സംഭവം ഇതാണ്: തൃണമൂലിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ 70 സ്ത്രീകൾക്ക് 2000 രൂപ വീതം നൽകിയെന്ന പുതിയ വെളിപ്പെടുത്തലാണ് ബി.ജെ.പിയെ വെട്ടിലാക്കിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരായ ലൈംഗിക പീഡന ആരോപണം ബി.ജെ.പി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം കെട്ടിച്ചമച്ചതാണെന്ന് ഒളിക്യാമറ ഓപ്പറേഷനിൽ ബി.ജെ.പി ജില്ലാ നേതാവ് വെളിപ്പെടുത്തിയത് നേരത്തെ വലിയ വിവാദമായിരുന്നു. ഇതിന്റെ കാറ്റ് കെട്ടടങ്ങും മുമ്പാണ് പണം നൽകി സ്ത്രീകളെ തെരുവിലിറക്കി സമരം ചെയ്യിപ്പിച്ചു എന്ന വെളിപ്പെടുത്തലും പുറത്തു വരുന്നത്. നേരത്തെ ഒളിക്യാമറയിൽ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ ബി.ജെ.പി ജില്ലാ നേതാവ് ഗംഗാധർ ഖയാലിനെ ചുറ്റിപ്പറ്റിയാണ് പുതിയ വീഡിയോ ഇറങ്ങിയിരിക്കുന്നത്. ഒപ്പമുള്ള ഒരാൾ പ്രതിഷേധക്കാർക്ക് പണം നൽകിയ കാര്യം ഖയാലിനോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് 45 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്കുള്ളിലുള്ളത്. വീഡിയോ ഏത് ദിവസമാണ് ഷൂട്ട് ചെയ്തതെന്ന കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബി.ജെ.പിക്കെതിരായി ഇതൊരു രാഷ്ട്രീയ ആയുധമായി തൃണമൂൽ കോൺഗ്രസ് മാറ്റിക്കഴിഞ്ഞു. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: 50 ബൂത്തുകളിലേക്കായി നമുക്ക് 2.5 ലക്ഷം രൂപ ആവശ്യമുണ്ട്. പ്രതിഷേധക്കാരിൽ 30% സ്ത്രീകളെ അണിനിരത്തണം. SC/ST OBC വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് തൃപ്തികരമായ രീതിയിൽ പണം നൽകണം. സ്ത്രീകൾ പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കണം. ചിലപ്പോൾ പോലീസുമായി ഏറ്റുമുട്ടലും ഉണ്ടായേക്കാം. എന്തൊരു ഭീകരതയും തെരഞ്ഞെടുപ്പ് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമായ കാര്യമാണ് ഇവർ ചെയ്തു കൂട്ടുന്നതെന്ന് നോക്കിക്കേ. സംഭവത്തിന് പിന്നാലെ ഗംഗാധർ ഖയാലിനെ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. അതേസമയം വീഡിയോ വ്യാജമാണെന്ന അവകാശവാദവുമായി ബി.ജെ.പി വക്താവ് റിജു ദത്ത രംഗത്തെത്തിയിരുന്നു. അത് പിന്നെ ആരെങ്കിലുമൊക്കെ രംഗത്തെത്തിയാലല്ലേ ഇതൊന്ന് കൂട്ടിക്കൊഴുപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിന്റെ ന്യായവാദം പറയിപ്പിക്കണമെങ്കിൽ ബി.ജെ.പി എത്ര കാശ് കൊടുത്ത് എത്ര പേരെ ഇറക്കുമെന്ന് കണ്ടറിയണം. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം ആസൂത്രണം ചെയ്തതാണ് സന്ദേശ് ഖാലിയിലെ ലൈംഗിക പീഡന ആരോപണം എന്ന വെളിപ്പെടുത്തൽ അടങ്ങിയ ഗംഗാധർ ഖയാലിന്റെ ഒളിക്യാമറ വെളിപ്പെടുത്തൽ മെയ് 4-നായിരുന്നു പുറം ലോകത്തെത്തിയതും എല്ലാവരും അറിഞ്ഞതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി പശ്ചിമ ബംഗാൾ ബൂത്തിലെത്തുന്നതിന് 3 ദിവസം മുമ്പ് വന്ന വീഡിയോ ബി.ജെ.പിയെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. വ്യാജ ലൈംഗിക ആരോപണം കെട്ടിച്ചമച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദേശ് ഖാലി വിവാദത്തിൽ ബി.ജെ.പി കൂടുതൽ പരിതാപകരമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ പോകുന്നത്. സന്ദേശ് ഖാലിയിൽ ഞായറാഴ്ച ഈ വിഷയത്തോടനുബന്ധിച്ച് തൃണമൂലും ബി.ജെ.പിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും തൃണമൂൽ MLA സുകുമാർ മെഹ്തയുടെ സഹായി തതൻ ഗയാൻ ആക്രമിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം അനുനയിപ്പിച്ചത്. ബി.ജെ.പി പ്രവർത്തകർക്കെതിരെ തൃണമൂൽ സർക്കാർ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി സന്ദേശ് ഖാലിയിൽ ഞായറാഴ്ച ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ സമരം സംഘടിപ്പിച്ചതിനിടെയാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്. ബി.ജെ.പി കാശ് കൊടുത്തിറക്കിയ വനിതാ പ്രവർത്തകരാണ് MLAയുടെ സഹായിയെ പ്രധാനമായും മർദ്ദിച്ചത്. ഇതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്.